പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 2ാം സെമസ്റ്ററിലെ പ്രാചീന മധ്യകാല കവിതാ സാഹിത്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പുത്തൻ പാന എന്ന അർണോസ് പാദ്രിയുടെ കൃതി പരിചയം. അർണോസ് പാദ്രിയുടെ ആദ്യ രചനയായി മിക്ക സാഹിത്യ ചരിത്രകാരന്മാരും കരുതുന്ന കൃതിയാണ് പുത്തൻ പാന അഥവാ രക്ഷാകാര വേദകീർത്തനം. ഈ കൃതിക്ക് മിശ്ഹാട പാന, കൂദാശ പാന എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകളുണ്ട്. ചതുരന്ത്യം, ഉമാപർവം, ഉമ്മാടെ വ്യാകുല പ്രബന്ധം, ഉമ്മാടെ ദുഃഖം, ജനോവ പർവം എന്നിവയാണ് അർണോസ് പാദ്രിയുടെ മലയാള കൃതികൾ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവനയാണ് പോർച്ചുഗീസ് നിഘണ്ടു. ബൈബിൾ ഇതിവൃത്തമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ സാഹിത്യ രചനകൾ അർണോസ് പാദ്രിയുടേതായിരുന്നു. ക്രൈസ്തവരുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്കായി ധാരാളം പാനകൾ അക്കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൃതി ആയതുകൊണ്ടാണ് പുത്തൻ പാന എന്ന പേര് ഈ കൃതിക്ക് വന്നു ചേർന്നത്. വിദേശിയായ അർണോസ് പാദ്രി മലയാള ഭാഷയും സാഹിത്യവും പഠിച്ച ശേഷമാണ് പുത്തൻ പാന രചിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം മലയാള ഭാഷാ സാഹിത്യ ചരിത്രത്തിലുണ്ട്. ആശിസ്, നമസ്ക്രിയ തുടങ്ങി കാവ്യാരംഭത്തെക്കുറിച്ചുള്ള പാരമ്പര്യ രീതികൾ അർണോസ് പാദ്രി പുത്തൻ പാനയുടെ ആരംഭത്തിലും പാലിക്കുന്നുണ്ട്. റബ്ബാന്മാരുടെ സഞ്ജയ ശോഭനൻ മേൽ പട്ടത്തിനലങ്കാരവർദ്ധനൻ കുറവറ്റ ഗുണാന്വിതശീലകൻ മാർ അന്തോനിസെന്നോട് കൽപ്പിച്ച നാൾ. 1772 ഒല്ലൂർ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത് അന്നത്തെ കൊടുങ്ങല്ലൂർ മെത്രാനായിരുന്ന ആന്റണി പിമാന്തോൾ ആയിരുന്നു. മുഖ്യ കാർമ്മികനായ മെത്രാനോടൊപ്പം സഹായിയായി നിന്നത് അർണോസ് പാദ്രി ആയിരുന്നു. അർണോസിൻ്റെ മലയാള ഭാഷാ വൈഭവവും സാഹിത്യ താൽപ്പര്യവും കണ്ടറിഞ്ഞ മെത്രാൻ ബൈബിൾ മലയാളത്തിൽ ആക്കാൻ നിർദ്ദേശം മുന്നോട്ട് വച്ചു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് പുത്തൻ പാന എന്ന് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രമാണ് പുത്തൻ പാനയുടെ ഇതിവൃത്തം. കഥാഖ്യാനം 13 പാദങ്ങളായിട്ടാണ്. തുടങ്ങി ജനിച്ചതും മരിച്ചതും എന്തിനു വേണ്ടിയാണെന്ന് പുത്തൻ പാനയുടെ ആരംഭത്തിലും ഈ ഭാഗത്തിലൂടെ കവി കാവ്യരചനയുടെ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിന്റെ പറയുന്നുണ്ട്. ആദ്യമാരുടെ ശോഭനൻ, മനുഷ്യകുലത്തെ വീണ്ടെടുക്കൽ, ദൈവപുത്രൻ അവതരിക്കുമെന്ന വാഗ്ദാനം എന്നിവ വിവരിക്കുന്നുണ്ട്. ആദം ചെയ്ത പിഴയാലെ വന്നതും വേദനാശവും രക്ഷയുണ്ടായതും ശിക്ഷയാം വണ്ണം ചൊല്ലുന്നു സത്വരം സൂക്ഷ്മമായ കഥ കേൾക്കണമേവരും എന്നിങ്ങനെ അനുവാചകനെ കഥയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കഥ നന്നായി പറയുവാൻ ദൈവം തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ കഥ ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള പുതിയ നിയമത്തിലെ കഥ അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിത കഥ അവതരിപ്പിക്കുക എന്നതിലുപരി യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം അവതരിപ്പിക്കാനാണ് അർണോസ് പാദ്രി തുനിഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം അവതരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അവസാനത്തെ പെസഹ അനുഭവത്തോടനുബന്ധിച്ച് ശിഷ്യന്മാരോട് നടത്തുന്ന സംഭാഷണത്തിലും ക്രൂശാരോഹണത്തിന് മുൻപ് മാതാവിനോട് നടത്തുന്ന വിടവാങ്ങൽ സംഭാഷണങ്ങളിലും കയാഫിൻ്റെയും പിലാത്തോസിൻ്റെയും വിചാരണകളിലും തൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം യേശുവിനെ കൊണ്ട് വിശദമായി തന്നെ പറയിക്കുന്നുണ്ട്. പുത്തൻ പാനയിലെ 13 പാദങ്ങളിൽ 1ാം പാദത്തിൽ പ്രപഞ്ച സൃഷ്ടിയും മാലാഖമാരുടെ പതനം, പിശാച് മനുഷ്യനെ ചതിക്ക് നടത്തുന്ന ഗൂഢാലോചനകൾ എന്നിവ വിവരിക്കുന്നു. 2ാം പാദത്തിലാകട്ടെ ആദമും ഹവയും നടത്തുന്ന ദൈവ നിയമലംഘനവും പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവരുടെ അനുതാപവും പ്രാർത്ഥനയുമാണ്. 12ാം പാദത്തിലാകട്ടെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടൽ എന്നിവയും പ്രതിപാദിക്കുന്നുണ്ട്. 13ാം പാദം മാതാവുമായുള്ള സംഭാഷണം, സ്വർഗാരോഹണം, പരിശുദ്ധ മാതാവിനെ അയക്കൽ, തുടർന്ന് പത്രോസിൻ്റെ വിജയകരമായ പ്രേഷിത പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കാവ്യം അവസാനിക്കുന്നു. ആഖ്യാന പ്രധാനമായ കാവ്യമാണ് പുത്തൻ പാന. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ
ഓരോ സംഭവങ്ങളും നാടകീയതയോടെ വർണ്ണിക്കുന്നു. ഓരോ വർണ്ണനയിലും കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അത് കവിയുടെ ലക്ഷ്യവുമായിരുന്നില്ല. അർണോസ് പാതിരിയുടെ ഭാഷ സംസ്കൃത പദ ജടിലവും ക്ലിഷ്ടവുമാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പുത്തൻ പാനയിലെ ഭാഷ ശുദ്ധ മലയാളമാണ് എന്നു മാത്രമല്ല, അത് അന്നത്തെ സാമാന്യ വഹാര ഭാഷയോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. റുഹാദിക് ദിശ, മാമോദിസ തുടങ്ങിയ വൈദേശിക പദങ്ങളും ജെറുസലേം, ഗ്ലീല തുടങ്ങിയ വിദേശ സ്ഥലനാമങ്ങളും ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും അവ വായനക്കാരനിൽ ക്ലിഷ്ടതയുണ്ടാക്കുന്നില്ല. ലളിതമായ അലങ്കാരങ്ങളും ബിംബ കൽപ്പനകളുമാണ് പുത്തൻ പാനയിലുള്ളത്. കാവ്യ ചമൽക്കാരത്തേക്കാൾ ആശയ പ്രകാശത്തിനായിരുന്നു കവി ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. കാവ്യ ചമൽക്കാരത്തിനായിരുന്നില്ല, ആശയ പ്രകാശനമായിരുന്നു കവിയുടെ മുഖ്യ ലക്ഷ്യം. കാവ്യശൈലിയിൽ ചെറുശ്ശേരിയുടെയും എഴുത്തച്ഛൻ്റെയും സ്വാധീനം അർണോസ് പാതിരിയുടെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. ചില പരകീയ പദങ്ങളും ക്രൈസ്തവർക്കിടയിൽ മാത്രം പ്രചാരമുള്ള പദാവലികളും താളഘടനയ്ക്കുള്ളിൽ പാദങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ കാവ്യ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നുണ്ട്. പുത്തൻ പാനയ്ക്ക് ജ്ഞാനപ്പാനയുമായുള്ള കടപ്പാട് വിമർശകർ പലരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുത്തൻ പാനയും ജ്ഞാനപ്പാനയും ഭക്തികാവ്യങ്ങളാണെന്നത് ശരി തന്നെ. എന്നാൽ ജ്ഞാനപ്പാനയിൽ ഗഹനമായ ജീവിത തത്വചിന്തയെ ലളിതവും ഗാനാത്മകവുമായി അവതരിപ്പിക്കുന്നു. എന്നാൽ പുത്തൻ പാനയിൽ ഗഹനമായ ജീവിത ദർശനത്തിൻ്റെ ആവിഷ്കാരമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. രണ്ട് കൃതികളും പാനാവൃത്തമായ സർപ്പിണിയിലാണ് എഴുതിയിട്ടുള്ളത്. ജ്ഞാനപ്പാനയിലെ ഇരടികൾ പാനയുടെ താളഘടനയിൽ വായിച്ചു പോകാവുന്നത് പോലെ ഭദ്രമല്ല പുത്തൻ പാനയിലെ താളഘടന. എഴുത്തച്ഛൻ്റെ കാലത്തിന് ഒരു നൂറ്റാണ്ട് ശേഷം ക്രിസ്തു പുരാണത്തെ ഉപജീവിച്ചുണ്ടായ ബൈബിൾ പുതിയ നിയമത്തിൻ്റെ അന്തസത്ത പകർത്തിയ ആദ്യ കാവ്യം എന്ന നിലയിൽ പുത്തൻ പാനയുടെ സ്ഥാനം അനിഷേധ്യമാണ്. ഒരു വിദേശ മിഷണറി കേരളത്തിലെത്തി മലയാള ഭാഷാ സാഹിത്യം പഠിച്ച് മലയാളത്തിൽ ആദ്യ ഖണ്ഡകാവ്യം ജനോവ പർവം, ആദ്യ വിലാപകാവ്യം ഉമ്മാടെ ദുഃഖം, ഉമ്മാടെ വ്യാകുല പ്രബന്ധം എഴുതുന്ന മലയാളത്തിൽ അർണോസ് പാതിരിയുടെ സംഭാവനകളെ അന്തോനിസനോട് കൽപ്പിച്ച ഉമ്മാടെ ദുഃഖം, ദൈവമാതാവിൻ്റെ വ്യാകുല പ്രലാപം, പരിശുദ്ധ മറിയത്തിൻ്റെ അഞ്ചാമത് വ്യാകുലമായി കണക്കാക്കപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് കുരിശാരോഹണവും മരണവുമാണ് അമ്മയുടെ അഞ്ചാമത് വ്യാകുലം. യേശുവിൻ്റെ കുരിശാരോഹണവും മരണവുമായിരുന്നു ദേവമാതാവിൻ്റെ ദുഃഖത്തിന് കാരണം. പുത്തൻ പാനയുടെ 12-ാം പാദമായി അച്ചടിച്ചു പോരുന്ന ഉമ്മാടെ ദുഃഖം അർണോസ് പാതിരിയുടെ ഒരു സ്വതന്ത്ര രചനയായി കണക്കാക്കപ്പെടുന്നു. കുരിശാരോഹണത്തെ തുടർന്ന് കുരിശിൽ നിന്നിറങ്ങിയ മൃതദേഹം മടിയിൽ കിടത്തിക്കൊണ്ട് മാതാവായ മറിയത്തിൻ്റെ ദീന വിലാപമാണ് ഈ കവിതയുടെ ഉള്ളടക്കം. മകൻ്റെ ദുരന്താന്ത്യത്തിന് സാക്ഷിയാകേണ്ടി വരുന്ന മാതാവിൻ്റെ മാനസികാവസ്ഥകൾ പകർത്താനുള്ള അർണോസ് പാതിരിയുടെ കാവ്യവൈദഗ്ധ്യം ഇവിടെ ദൃശ്യമാണ്. തൻ്റെ കാവ്യരചനയിൽ ദേവമാതാവിൻ്റെ സഹായത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാവ്യാരംഭം. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലെ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും എന്നിങ്ങനെയാണ് കാവ്യാരംഭം. കന്യകാരത്നമായ മറിയത്തിൻ്റെ ദുഃഖങ്ങൾ ആവിഷ്കരിക്കുന്നതിന് മനുഷ്യൻ്റെ ഭാവനയ്ക്കോ വാക്കുകൾക്കോ ശക്തി മതിയാവുകയില്ല. തൻ്റെ വാക്കും മനസ്സും കൊണ്ട് പറഞ്ഞാലും അത് സമ്പൂർണമാവുകയുമില്ല. അതുകൊണ്ട് ഈ യത്നത്തിന് ദേവമാതാവ് തന്നെ തുണയാകണമെന്നാണ് കവിയുടെ പ്രാർത്ഥന. ചങ്കിൽ വെടിയേറ്റൽ എന്ന പോലെ മനസ്സും കൈകാലുകളും തളർന്ന് കനലുവെന്ത ചിന്തകളുമായി ആ മാതാവിൻ്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ വിവരിക്കുക പ്രയാസമാണ്. എങ്കിലും ചിത്തമുറപ്പിച്ച് തമ്പുരാൻ്റെ കൽപ്പനയാലെന്ന വണ്ണം കവി വർണ്ണിക്കുന്നു. എൻ മകനെ നിർമ്മലനെ, നന്മയെങ്ങും നിറഞ്ഞോനെ, ജന്മദോഷത്തിൻ്റെ ഭാരമൊഴിച്ച പുത്ര, പണ്ടു മുന്നോർക്കടം കൊണ്ടുകൂട്ടിയത് വീട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്ന പുത്ര എന്നിങ്ങനെ ദേവമാതാവിൻ്റെ
വ്യാകുല പ്രലാപം ആരംഭിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ ജന്മദോഷങ്ങളാകുന്ന ഭാരം തീർക്കുന്നതിനായി മനുഷ്യരുടെ രക്ഷകനായി പിറന്ന നീ കുരിശുമരണം കൊണ്ട് പൂർവികരുടെ കടം വീട്ടിയില്ലോ എന്നാണ് പുത്രനെ വിളിച്ച് അമ്മ കേഴുന്നത്. നന്മ നിറഞ്ഞ തൻ്റെ പുത്രൻ്റെ കുരിശുമരണം കൊണ്ട് ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിക്കുകയായിരുന്നു എന്ന് മാതാവ് ഓർക്കുന്നു. ജന്മദോഷമെന്നത് ആദി പാപമാണ്. ആദി പിതാക്കളായ ആദവും ഹവ്വയും ചെയ്ത പാപം മൂലം എല്ലാ മനുഷ്യരും പാപത്തിൽ പിറക്കുന്നു. ആദമിൻ്റെ പ്രവൃത്തിയാലുള്ള പാപമാണ് മനുഷ്യകുലത്തെ പർദീസ നഷ്ടത്തിലേക്ക് നയിച്ചത്. നഷ്ടമായ സ്വർഗപ്രാപ്തിയിലേക്ക് നയിക്കുന്നവനാണ് പുത്രൻ. സകല ജനത്തിനും പാപമോചനം നൽകി രക്ഷ നൽകുന്നതിനാണ് യേശു കുരിശുമരണം ഏറ്റെടുക്കുന്നത്. മേൽപ്പറഞ്ഞ ജന്മദോഷത്തെ തന്നെയാണ് പണ്ട് 300 കടം കൊണ്ട് കൂട്ടിയതായി കവി വീണ്ടും സൂചിപ്പിക്കുന്നത്. ആദിപിതാക്കൾ പാപം ചെയ്തതുകൊണ്ട് മനുഷ്യകുലത്തിന് വന്ന കടമാണത്. ആ കടം വീട്ടുവാനത്രേ ആണ്ടവൻ അവതരിച്ചത്. കുരിശുമരണം വരിച്ചതുവഴി നീ നരവംശത്തെ രക്ഷിച്ചത് നന്നായി. എന്നാൽ തനിക്ക് ഇത് കാണേണ്ടി വന്നല്ലോ. തൻ്റെ മരണശേഷം മതിയായിരുന്നു പുത്രൻ്റെ മരണമെന്ന് കന്യാമറിയം പറയുന്നതായി ബൈബിളിൽ സൂചനയൊന്നുമില്ല. ലോകത്തോട് മുഴുവൻ നിന്റെ വാർത്തയറിയിച്ച മാതാവിനോട് യാത്രയും ചൊല്ലി മനുഷ്യവംശത്തിനായി സ്വന്തം ശരീരം നൽകിയ മകനെ വിഷാദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ മറിയം ഓർക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദേവമാതാവ് വിലപിക്കുന്നത്. മനുഷ്യകുലത്തിന് മോചനം നൽകുവാൻ ദൈവഹിതം വെളിപ്പെട്ടു കിട്ടുന്നതായി ധ്യാനനിരതനായ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി ഭൂമിയിൽ പതിച്ചു. സ്വന്തം ചോര കൊണ്ട് ഭൂമിയുടെ ശാപം നീക്കി മംഗലം വരുത്തിയതിന് പാപികൾ നൽകിയ കൂലിയും സമ്മാനവുമാണല്ലോ തൻ്റെ മകന് ലഭിച്ച കുരിശുമരണം. എത്രയോ നാളുകളായി യേശു പരിപാലിച്ച യൂദാസ് തന്നെ മുത്തികൊണ്ട് തൻ്റെ മകനെ ഒറ്റിയതായി മാതാവ് പറയുന്നു. കാശിനോടുള്ള ആശ കൊണ്ടാണ് അവനിത് ചെയ്തതെങ്കിൽ അവനത് നൽകാമായിരുന്നല്ലോ. ഹന്നാൻ്റെ മുന്നിൽ വെച്ച് അടിച്ച് ന്യായവിധി നടത്തി. ഹെറോഡോട്ടസിൻ്റെ മുന്നിൽ വെച്ച് പരിഹാസപൂർവം മുൾക്കിരീടം ധരിപ്പിച്ചതുമെല്ലാം എങ്ങനെ തൻ്റെ മകനെ സഹിക്കാൻ കഴിയുന്നു എന്നോർത്താണ് ആ ദേവമാതാവ് വിലപിക്കുന്നത്. തൻ്റെ മകൻ ഒരാൾക്കും ഒരു സങ്കടവും വരുത്തിയിട്ടില്ല എന്ന് തീർച്ചയാണ്. പിന്നെ അവർക്ക് യേശുവിനോട് ഇത്ര ശത്രുതയ്ക്കുള്ള കാരണം എന്താണെന്ന് മാതാവ് ചോദിക്കുന്നു. പ്രാണനുള്ളതാണെന്ന് പോലും കരുതാതെ ആ ദുഷ്ടന്മാർ യേശുവിനെ തൂണിൽ കെട്ടിയിട്ടടിച്ചിരിക്കുന്നു. ബലഹീനനായ തൻ്റെ മകനെ കുരിശു ചുമപ്പിച്ചുകൊണ്ടാണ് കാൽവരിയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഗാഗുൽത്താൽ മലയിൽ ക്രൂശുമരണം നിറവേറ്റിയപ്പോൾ പലവിധ പീഡനങ്ങളും ഏൽപ്പിക്കുകയും തിരുവാക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ മഹാപാപികൾ ചെയ്ത ഈ മഹാനിഷ്ഠൂര കൃത്യം നീ മഹാകാരുണ്യമോടെ ക്ഷമിച്ചതോ പുത്ര. എന്നിങ്ങനെയാണ് ദേവമാതാവിൻ്റെ വാക്കുകൾ. ദൈവികമായ ശക്തി കൊണ്ട് വേണമെങ്കിൽ യേശുവിന് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. മനുഷ്യരാശിയെ പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന അവതാര ലക്ഷ്യം സാധിക്കാൻ യേശു ഇതൊക്കെ സഹിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യം തന്നെ. ഭൂമിയിലെ മനുഷ്യരുടെ മഹാദോഷം പൊറിപ്പിക്കുന്നതിനായി ഭൂമിയേക്കാൾ ക്ഷമ കാണിച്ചവനാണ് യേശു. തൻ്റെ മകനെ കൊലമരവും ചുമപ്പിച്ചുകൊണ്ട് പരിഹാസപൂർവ്വം ദുഷ്ടന്മാർ ജെറുസലേം നഗരം മുഴുവൻ നടത്തി. അവൻ്റെ കുപ്പായം അവർ പറിച്ചെടുത്തു. ആദിപിതാവിൻ്റെ തലമേൽ തന്നെ അവർ കുരിശുറപ്പിച്ചു. ആണികൊണ്ടവർ യേശുവിൻ്റെ ദേഹം തുളച്ചു. തൊട്ടു മുൻപത്തെ ഞായറാഴ്ച ഓശാന ആചരിച്ച് വാഴ്ത്തിയ അതേ ജനം തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് അലറി വിളിച്ചു. തൻ്റെ തിരുമുഖ ഭംഗി കണ്ടാൽ മഹാപാപികൾക്ക് പോലും ഇത് ചെയ്യാനാവുമോ എന്നോർത്ത് മാതാവ് വിലപിക്കുന്നു. ഓശാന ഞായറിനു ശേഷം ക്രൂശുമരണത്തിലേക്ക് നയിക്കാൻ തക്കവിധം തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നോർത്ത് ദേവമാതാവ് പരിതപിക്കുന്നുണ്ട്. യേശുവിൻ്റെ നെഞ്ചിലേറ്റ കുന്തത്തിൻ ഓരോ കുത്തുകളിലും പിളർന്നു പോകുന്നത് മാതാവിൻ്റെ ഹൃദയമായിരുന്നു. മനുഷ്യവംശത്തിനുണ്ടായ ആത്മീയ രണത്തെ യേശു തൻ്റെ മരണം കൊണ്ട് ജയിച്ചിരിക്കുന്നു. എങ്കിലും ആ ദുരന്തത്തിൽ പ്രകൃതി പോലും ദുഃഖത്തിലാണ്ടുപോകുന്നു. സൂര്യൻ മറഞ്ഞു,
കല്ലുകളും മരങ്ങളും തകർന്ന് പതിക്കുന്ന മഹാനാദം ഭൂമിയിലാകെ പരന്നു. യേശുവിൻ്റെ പാദങ്ങളിൽ വീണ രക്തം മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിരിക്കുന്നു. വിലക്കപ്പെട്ട മരത്തിൻ്റെ കനി ഭക്ഷിച്ചതുകൊണ്ടുണ്ടായ ദോഷം മരം കൊണ്ടുണ്ടാക്കിയ കുരിശിൽ വെച്ച് യേശുദേവൻ പരിഹരിച്ചിരിക്കുന്നു. ഹവ്വ എന്ന നാരി കൊടുത്ത പഴം ആദം തിന്നത് മൂലമുണ്ടായ ദോഷം നാരിയുടെ ഫലമായ യേശു മൂലം ഒഴിവാക്കിയിരിക്കുന്നു. പടയാളികൾ കുത്തിത്തുറന്ന നെഞ്ചിലൂടെ യേശുദേവൻ മനുഷ്യവംശത്തിനാകെ സ്നേഹം പകർന്നു നൽകി. താൻ നേടിയ ആധ്യാത്മിക ധനം മുഴുവൻ പള്ളിക്കകത്ത് സൂക്ഷിച്ച് അത് ദുഃഖിതർക്കും ഏഴകൾക്കും പങ്കുവെക്കുന്നതിനായി പള്ളിക്കാരനെയും ചുമതലപ്പെടുത്തി. മനുഷ്യവംശത്തിന് നഷ്ടമായ സ്വർഗവാതിൽ തുറന്ന് മോക്ഷവഴി നൽകി മംഗളം വരുത്തി. മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് കാരുണ്യവാനായിട്ടാണല്ലോ വിടവാങ്ങിയെന്ന് അനുസ്മരിച്ചുകൊണ്ട് ദേവമാതാവ് തൻ്റെ വ്യാകുല സ്വരൂപം ഉപസംഹരിക്കുന്നു. തുടർന്നുള്ള 4 ഈരടികളിൽ കവി നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ മനോദോഷങ്ങളെപ്പറ്റി നിർമ്മലമായ മോക്ഷം നൽകാൻ മാതാവായ മറിയമ്മും പിതാവായ യേശുവും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഉമ്മായുടെ ദുഃഖം സമാപിക്കുന്നത്. ദൈവമാതാവിൻ്റെ കാഴ്ചപ്പാടിലൂടെ യേശുവിൻ്റെ പീഡനാനുഭവങ്ങളുടെ വിവരണമായിരുന്നു പുത്തൻപാനയുടെ ഉള്ളടക്കം. ഈ മാതൃവിലാപം ഹൃദയസ്പർശിയാകുന്നത് ദൈവമാതാവായ കന്യാമറിയത്തെ മനുഷ്യവൽക്കരിക്കുക എന്ന രചനാതന്ത്രമാണ് കവി സ്വീകരിച്ചത്. ദിവ്യവും അലൗകികവുമായ പ്രഭാപരിവേശങ്ങളിൽ നിന്ന് മാറി പുത്രൻ്റെ ദുഃഖം കണ്ട് തപിക്കുന്ന മാതൃഹൃദയത്തിൻ്റെ കരുണാർദ്രമായ വചനങ്ങളോടെ കവിത പുരോഗമിക്കുന്നു. അതിനുവേണ്ടി വേദപുസ്തകത്തിന് പുറത്തു കടന്ന് സ്വകീയമായൊരു മാതൃസങ്കല്പം സൃഷ്ടിച്ചെടുക്കുകയാണ് അർണോസ് പാതിരി. അങ്ങനെ ദൈവമാതാവിനെ ഒരു മനുഷ്യമാതാവായി, ഒരു സാധാരണ ഉമ്മയായി കവിതയിൽ അവതരിപ്പിക്കുന്നു. ഉമ്മാടെ ദുഃഖം എന്ന ശീർഷകം പോലും ഇതിന് തെളിവായി നിരൂപകർ എടുത്തുകാട്ടുന്നുണ്ട്. ഏകാഗ്രമായ വികാരപ്രവാഹവും ഭാവഗീതത്തിൻ്റെ ആന്തരഭാവവും ഉമ്മാടെ ദുഃഖത്തെ അനുഗ്രഹിക്കുന്നു. വിചാരമല്ല, മറിച്ച് കവിയുടെ വികാരാധിക്യം തന്നെയാണ് ഉമ്മാടെ ദുഃഖത്തിൽ പ്രകടമാകുന്നത്. ലളിതമായ പദാവലികൾ കൊണ്ട് രൂപപ്പെടുത്തുന്നതാണ് അർണോസിൻ്റെ കാവ്യശൈലി. വാക്കുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി അയത്ന ലളിതമായി ഒഴുകിയെത്തുന്നു. ജനങ്ങളുടെ സാമാന്യ വ്യവഹാരത്തിലുള്ള പദങ്ങൾ ജനസാമാന്യത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ബിംബങ്ങളും രൂപകങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു വിദേശ മിഷണറിയുടെ പേനത്തുമ്പിൽ നിന്നാണ് ഇത് ഒഴുകിയെത്തിയതെന്ന് വിശ്വസിക്കാൻ കഴിയാതെ വന്നേക്കാം. ഈ കവിതയിലെ പലയിടത്തും യമകവും ശ്രേഷവും ആദിപ്രാസം തുടങ്ങിയ അലങ്കാര പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വരികളിൽ സാമാന്യ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട അലങ്കാര കൽപ്പനകളും ഉമ്മാടെ ദുഃഖം എന്ന കവിത വാസനാ സമ്പന്നമായ ഒരു ഭാഷ കവിയുടേതാണെന്ന് കരുതാൻ പ്രേരണ നൽകുന്നുണ്ട്. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.